ഹായ് ഹലോ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2023 റിലീസായിട്ടുള്ള ഒരു മലേഷ്യൻ ഹൊറർ മൂവിയാണ്. മൂവിയുടെ നെയിം ഹരും മലം. അപ്പം നമുക്ക് നേരെ മൂവിയിലേക്ക് പോവാം. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ 4 പേരെ കാണിക്കുകയാണ്. ഇതാണ് നമ്മുടെ കഥയിലെ ഹീറോ ഇക്ബാൽ, പിന്നെ അവൻ്റെ ഫ്രണ്ട്സായ നൂറ്, ബോബി, അലി. അവർ 4 പേരും ടെറസിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോയ്ക്ക് ആരോ വിളിക്കണ പോലെ തോന്നിയിട്ട് താഴേക്ക് ഇറങ്ങുന്നുണ്ട്. അവൻ്റെ അമ്മയുടെ സൗണ്ടാണ് കേൾക്കണത്. ലിഫ്റ്റിലിരുന്നിട്ട് അവൻ്റെ അമ്മ ഇത് നിൻ്റെ ടോർച്ച്, ഇത് അച്ഛൻ്റെ ടോർച്ച്, ഇത് എൻ്റെ ടോർച്ച് എന്ന് പറഞ്ഞിട്ട് ടോർച്ച് അടിച്ചിട്ട് അവന് നേരെ നീട്ടുകയാണ്. ഹീറോയും അത് വാങ്ങാനായിട്ട് ചെല്ലുമ്പോൾ അവൻ്റെ അടുത്തായി നിന്നിരുന്ന അമ്മ ഒരു ഗോസ്റ്റ് ആയിട്ട് അവന് തോന്നുകയാണ്. അവനും ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. പിന്നെ എല്ലാം പഴയ പോലെ ആവാണ്. അമ്മയും അനിയത്തിയും കൂടി ഹീറോയെ തിരഞ്ഞു വന്നതായിരുന്നു. അവർ ഫാമിലി ആയിട്ട് എവിടേക്കോ പോവാനായിട്ട് തയ്യാറാവുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ അങ്ങോട്ട് പോവാനായിട്ട് ഒട്ടും താല്പര്യവും ഇല്ല. അച്ഛനോട് നമുക്കിന്ന് പോകണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അച്ഛൻ അതൊന്നും കാര്യമാക്കാതെ തന്നെ അവിടുന്ന് പുറപ്പെടുകയാണ്. നൈറ്റ് ടൈമിൽ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാറ് ബ്രേക്ക് ഡൗൺ ആവുകയാണ്. അച്ഛനും കാറ് ചെക്ക് ചെയ്തിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങിയെന്ന് പറയാണ്. നമ്മളിനി എന്തു ചെയ്യുന്ന അമ്മ ചോദിക്കുമ്പോൾ നിനക്ക് 3ാം കണ്ണ് ഉപയോഗിക്കാനുള്ള ശക്തി ഉണ്ടല്ലോ, അത് ഉപയോഗിക്കാൻ പറയാണ്. ഹീറോയും കാറിന് പുറത്തിറങ്ങി നോക്കുമ്പോൾ അവനും അവിടെ ആത്മാക്കളുടെ സാന്നിധ്യം അറിയാനായിട്ട് കഴിയാണ്. അടുത്ത സീനിൽ കാണിക്കുമ്പോൾ അവൻ്റെ അമ്മ അവൻ ലിഫ്റ്റിൽ കണ്ട പോലെ ഇത് നിൻ്റെ ടോർച്ച്, ഇത് എൻ്റെ ടോർച്ച്, ഇത് അച്ഛൻ്റെ ടോർച്ച് എന്ന് പറഞ്ഞിട്ട് അവന് നേരെ നീട്ടുമ്പോൾ ഒരു ചെറിയ ഭയത്തോടു കൂടി അവൻ അത് വാങ്ങുകയാണ്. അതിനുശേഷം ഇവിടെ എന്തോ തെറ്റ് സംഭവിക്കാൻ പോവാണ്, നമുക്കിവിടുന്ന് തിരിച്ചു പോകാമെന്ന് അച്ഛനോട് പറയുമ്പോൾ നിനക്ക് എന്താ ഇന്ന് പറ്റിയത്, വേറെ ഒരു പ്രശ്നവുമില്ല, നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് അവർ പിന്നെയും അവിടുന്ന് യാത്ര തുടങ്ങുകയാണ്. പോകുന്ന വഴിക്ക് ഹീറോയ്ക്കും അവിടെ കുറേ അധികം ആത്മാക്കൾ അലഞ്ഞു നടക്കുന്നതായിട്ട് കാണാൻ കഴിയാണ്. ഹീറോയ്ക്കും അവൻ്റെ അമ്മയ്ക്കും ഈ ആത്മാക്കളെയൊക്കെ കാണാനും അതിനെയൊക്കെ ഒഴിപ്പിക്കാനുമുള്ള ശക്തികൾ ഉള്ളവരാണ്. അവസാനം അവർ 4 പേരും നടന്ന് ഒരു വീടിന് മുന്നിലായിട്ട് ചെന്നെത്തുകയാണ്. ആ വീട്ടിലെ ലേഡി വന്നിട്ട് ഇവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ആ വീട്ടിലെ കുട്ടിയുടെ ശരീരത്തിൽ ബാധ കൂടിയേക്കാണ്. അതിനെ ഒഴിപ്പിക്കാനാണ് ഇവരെ വിളിച്ചിരിക്കുന്നത്. ഹീറോയുടെ അമ്മ അകത്തേക്ക് ചെല്ലുന്നതും നീ വരുമെന്ന് എനിക്കറിയായിരുന്നു എന്ന് ഗോസ്റ്റ് പറയാണ്. ആ കുട്ടിയുടെ ശരീരത്തിലെ ഗോസ്റ്റിനെ ഒഴിപ്പിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതൊരു കൊടിയ സാത്താനാണെന്ന് അമ്മയ്ക്ക് മനസ്സിലാവാണ്. ഈ സമയത്ത് തന്നെ ആ സാത്താൻ ഹീറോയുടെ അച്ഛനെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങുകയാണ്. അമ്മയും അച്ഛനെ അതിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്. ഹീറോയെയും ആ സാത്താൻ ഉപദ്രവിക്കുകയാണ്. അമ്മ ആ സാത്താൻ്റെ തലയിൽ കൈ വെച്ചിട്ട് അതിനെ അവിടെ വെച്ച് തന്നെ ഒഴിപ്പിക്കുകയാണ്. പക്ഷേ അവരൊട്ടും പ്രതീക്ഷിക്കാത്ത ടൈമിൽ ആ സാത്താൻ പിന്നെയും തിരിച്ചു വരികയാണ്. ഹീറോയെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. ഹീറോയുടെ അമ്മ സ്വന്തം ജീവൻ തന്നെ കളഞ്ഞിട്ട് ഹീറോയെ രക്ഷിക്കുകയാണ്. അടുത്ത സീനിൽ ജമാൽ എന്ന് പറഞ്ഞ പണക്കാരനെ ഹീറോയുടെ അച്ഛൻ മസാജ് ചെയ്ത് കൊടുക്കുന്നതായിട്ട് കാണിക്കുകയാണ്. ഈ ജമാല് ഹീറോയുടെ ഫ്രണ്ടായ നൂറിൻ്റെ അച്ഛനാണ്. ജമാല് അയാളുടെ ഫ്ലാറ്റിൽ കുറേ വ്യത്യസ്തമായ ചെടികളൊക്കെ വളർത്തുകയാണ്. പുതിയതായിട്ട് ഒരു ചെടി വാങ്ങാനായിട്ട് വിദേശത്തേക്ക് പോവുകയാണെന്നും ഞാൻ വരുന്നത് വരെ ഈ ചെടിയൊക്കെ നന്നായി നോക്കണമെന്നും ഹീറോയുടെ അച്ഛനെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. പിന്നെ ഒരു മുറിയിൽ മന്ത്ര പേപ്പർ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ആ മുറി ഒരു കാരണവശാലും തുറക്കരുതെന്ന് പറഞ്ഞിട്ട് ജമാൽ അടന്ന് പോവാണ്. അടുത്ത സീനിൽ നൂറിൻ്റെ അമ്മയെ കാണിക്കുകയാണ്. ആ ലേഡി അവരുടെ കാണാതായ മകളുടെ ഫോട്ടോ വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് നൂറിൻ്റെ അങ്കിളിനെ കാണിക്കുകയാണ്. അയാളൊരു വലിയ ശല്യക്കാരനാണ്. അയാൾ ഹീറോയോടും ഫ്രണ്ട്സിനോടും വഴക്കുണ്ടാക്കുകയും അവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യാണ്. ഇത് കണ്ട് നൂറ് അയാളോട് ദേഷ്യപ്പെടുമ്പോൾ അവളോടും വഴക്കുണ്ടാക്കിയിട്ട് അയാൾ അവിടുന്ന് പോവാണ്. അടുത്തതായിട്ട് ജമാലിൻ്റെ ഗ്രീൻ ഹൗസിലേക്ക് അവർ ചെല്ലുകയാണ്. അവിടെയുള്ള വ്യത്യസ്തമായ ചെടികളൊക്കെ കണ്ടിട്ട് അവരും അത് ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ്. ജമാൽ തുറക്കരുതെന്ന് പറഞ്ഞ റൂമിൻ്റെ അടുത്തേക്ക് അവർ പോവാണ്. ബോബിയും അലിയും അത് തുറക്കാനായിട്ട് ഹീറോയോട് പറയുമ്പോൾ അവനത് വേണ്ടാന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ അവിടെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന മന്ത്ര പേപ്പർ അവർ വലിച്ചിളക്കി കീറിക്കളയാണ്. പെട്ടെന്ന് തന്നെ ആ വാതിൽ തുറക്കുകയാണ്. ബോബിയും അലിയും അവിടെ നിന്ന് വേഗം ഓടിപ്പോവാണ്. ഹീറോ പതിയെ ആ റൂമിലേക്ക് കയറിയിട്ട് അവിടെ നോക്കുമ്പോൾ ഒരു വലിയ രൂപത്തെ കണ്ട് പേടിച്ചിട്ട് അവരും പുറത്തേക്ക് ഇറങ്ങി പോവാണ്. രാത്രിയിൽ ഹീറോ ഉറങ്ങുമ്പോൾ ഒരു ലേഡി കരയണ സൗണ്ട് കേട്ടിട്ട് അവൻ ഉറക്കമുണരുകയാണ്. അടുത്തായിട്ട് ഒരു വലിയ രൂപത്തെ കണ്ടിട്ട് അവനും പേടിക്കുന്നുണ്ട്. അവൻ പ്രെയർ ചെയ്യുമ്പോൾ ആ രൂപവും അവിടുന്ന് മറഞ്ഞു പോവാണ്. ഹീറോ വേഗം ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നൂറിൻ്റെ മുത്തശ്ശി ഒരു ഗോസ്റ്റിനെ പോലെ പോകുന്നത് കണ്ട് പേടിച്ചിട്ട് അവനും അവിടുന്ന് ഓടിപ്പോയിട്ട് ഒരു കാട്ടിലായിട്ട് പോയിരിക്കുകയാണ്. അടുത്ത സീനിൽ ഹീറോയുടെ അച്ഛനും മാസ്റ്ററും അങ്ങോട്ട് വരുന്നുണ്ട്. എൻ്റെ മകൻ്റെ ശക്തികൾ തിരിച്ചെടുക്കണം, ഇതുമൂലം അവൻ കുറേ അധികം അനുഭവിക്കുന്നുണ്ടെന്ന് മാസ്റ്ററിനോട് അച്ഛൻ പറയാണ്. അയാളും ഹീറോയുടെ ശക്തികളെല്ലാം തിരിച്ചെടുക്കുകയാണ്. പിന്നീട് ഹീറോയുടെ അച്ഛൻ്റെ കയ്യിൽ ഒരു കാർഡ് കൊടുത്തിട്ട് ഇവന് എപ്പോൾ ഈ ശക്തികൾ വേണമെന്ന് തോന്നിയാൽ ഇതിലുള്ള മന്ത്രം ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോവാണ്. അടുത്ത സീനിൽ നൂറിൻ്റെ മുത്തശ്ശി ലിഫ്റ്റിൻ്റെ അടുത്ത് പോയി നോക്കുമ്പോൾ അതിനുള്ളിലായിട്ട് ഒരു പെണ്ണിൻ്റെ ഗോസ്റ്റ് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് ഒരു വലിയ സാത്താൻ നിൽക്കുന്നതായിട്ടും കാണുകയാണ്. ഹീറോയും ഫാമിലിയും പുറത്തേക്ക് പോകുന്നതായി കാണിക്കുകയാണ്. ആ മുത്തശ്ശി ഹീറോയുടെ കാതിൽ വന്നിട്ട് നമ്മളെല്ലാവരും മരിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട്
അവരുടെ വീടിൻ്റെ ബാൽക്കണിയിൽ പോയി നിൽക്കുകയാണ്. ഹീറോയ്ക്കും കാര്യമൊന്നും മനസ്സിലാകാതെ അവനും അവൻ്റെ അച്ഛൻ്റെ കൂടെ പുറത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. ആ മുത്തശ്ശി ബാൽക്കണിയിൽ നിന്ന് ചാടിയിട്ട് ആത്മഹത്യ ചെയ്യുന്നതായിട്ട് കാണിക്കുകയാണ്. സൗണ്ട് കേട്ടിട്ട് എല്ലാവരും ഓടി വരുന്നുണ്ട്. ഹീറോയും അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ആ മുത്തശ്ശി ഒരു ഗോസ്റ്റായിട്ട് ഹീറോയെ തന്നെ നോക്കുന്നതും അവരുടെ അടുത്തായിട്ട് ഒരു സാത്താൻ രക്തം നക്കുന്നതായിട്ടും കണ്ട് ഹീറോ അവിടുന്ന് പേടിച്ച് ഓടിപ്പോവാണ്. അടുത്ത സീനിൽ നൂറിൻ്റെ അങ്കിള് ഗ്രീൻ ഹൗസിൻ്റെ ഡോറ് തുറന്നു കിടക്കണ കണ്ടിട്ട് അതിനകത്തേക്ക് കയറുകയാണ്. ഹീറോയുടെ അച്ഛൻ അവിടെ ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇയാളകത്തേക്ക് കയറിയത് അച്ഛൻ കണ്ടതുമില്ല. ഈ അങ്കിളാണെങ്കിൽ ആ ഗോസ്റ്റിൻ്റെ കയ്യിൽ പെട്ടുപോവാണ്. കരയുകയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഹീറോയുടെ അച്ഛൻ ഹെഡ്സെറ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ ഈ സൗണ്ട് അയാൾ കേൾക്കണമില്ല. നൂറിൻ്റെ അങ്കിളിനെ ആ ഗോസ്റ്റ് അവിടെ വെച്ച് തന്നെ കൊന്നുകളയാണ്. അടുത്തായിട്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോ കരയുന്ന ശബ്ദം ഞങ്ങൾ കേൾക്കണുണ്ട്, അമാനുഷികമായ രൂപത്തെ കാണാമെന്നൊക്കെ പറയാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ടെന്ന് ഹീറോയ്ക്കും മനസ്സിലാവുകയാണ്. ഈ സമയത്ത് അലിയ മാത്രം നമ്മുടെ കൂടെ ഇല്ലയെന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. അവൻ എവിടെയെന്ന് അവർ പരസ്പരം അന്വേഷിക്കണമുണ്ട്. നമ്മൾ ആ മന്ത്രപേപ്പർ കീറിക്കളഞ്ഞ കാരനാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. നമുക്കത് അവിടെ തന്നെ തിരിച്ചു വെക്കണമെന്ന് ഹീറോ പറയുമ്പോൾ എന്നെ വെറുതെ വിട്, ഞാൻ അതിനില്ലാന്ന് പറഞ്ഞിട്ട് ബോബി അവിടുന്ന് പോവാണ്. നൂറിൻ്റെ മുത്തശ്ശിയുടെ മരണാനന്തര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹീറോ മുത്തശ്ശിയുടെ ബോഡിക്ക് എടുത്തു പോയി നോക്കുമ്പോൾ അവര് ഗോസ്റ്റിനെ പോലെയായി നമ്മളെല്ലാവരും മരിക്കാൻ പോകുകയെന്ന് പിന്നെയും പറയാണ്. ഇത് കേട്ട് ഹീറോ ബഹളം വെക്കുന്നുണ്ട്. എല്ലാവരും ഹീറോയെ തന്നെ നോക്കുകയാണ്. നൂറിൻ്റെ അമ്മയുടെ പിറകിലായിട്ട് ബോബിയും അലിയും ഗോസ്റ്റിനെ പോലെ നിൽക്കുന്നതും ഹീറോ കാണുകയാണ്. അവൻ അവിടുന്ന് ഷോക്കായിട്ട് ഗ്രീൻ ഹൗസിലേക്ക് പോവാണ്. ഹീറോ ആ മന്ത്ര റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ആണി അടിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ബ്ലഡ് വരുന്നതായിട്ട് കാണുകയാണ്. ആ മന്ത്ര പേപ്പർ നിലത്ത് കിടക്കണ കണ്ടിട്ട് അത് എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് അവിടുന്ന് നീങ്ങി പോവുകയാണ്. പെട്ടെന്ന് തന്നെ ആ സാത്താൻ ഹീറോയുടെ കയ്യിൽ പിടിക്കാനായിട്ട് വരികയാണ്. അവനും ഷോക്കായി നിലത്തേക്ക് വീഴുകയാണ്. ഈ സമയത്ത് തന്നെ നൂറിൻ്റെ സൗണ്ട് കേട്ടിട്ട് അങ്ങോട്ട് ഓടി ചെല്ലുമ്പോൾ അലി മരിച്ചു കിടക്കുന്നതായിട്ട് കാണുകയാണ്. പോലീസിൽ അറിയിക്കുകയാണ്. പോലീസ് വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. ജമാലിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. പുതിയതായിട്ടൊരു ചെടി വാങ്ങാനായിട്ട് ആൾ വിദേശത്തേക്ക് പോയിരിക്കുകയാണെന്നും പറയാണ്. ഹീറോയോട് അലിയെപ്പറ്റി ചോദിക്കുമ്പോൾ അവനൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവാണ്. വീട്ടിൽ വന്നിട്ട് ഞാനറിയാതെ നിങ്ങൾ ആ റൂമിൽ പോയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേന്ന് ഹീറോയും മറുപടി പറയാണ്. അവിടെയുള്ള റൂമിലെ എന്തോ ഒന്നിനെ അലിയും ബോബിയും തുറന്നു വിട്ടുവെന്ന് ഹീറോ പറയുമ്പോൾ ഇപ്പോൾ നിനക്ക് ഒരു പവറും ഇല്ല, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് അച്ഛൻ പറയാണ്. ഗ്രീൻ ഹൗസിൽ നിന്ന് പോലീസിനൊരു ഫോൺ കിട്ടുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അടുത്തതായി ഹീറോ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആരോ കരയണ സൗണ്ട് അവന് പിന്നെയും കേൾക്കുകയാണ്. അവൻ അവിടുന്ന് നേരെ നൂറിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ അവളുടെ മുത്തശ്ശിയുടെ ബോഡി വെച്ചിരിക്കുന്നുണ്ട്. അവന് പിറകിലൂടെ ആരോ പോയ പോലെ തോന്നിയിട്ട് അവിടെ പോയി നോക്കുമ്പോൾ ഒരു ലേഡി അവനെ എന്തോ കഴിക്കാനായിട്ട് കൊടുക്കുകയാണ്. ഹീറോയെ കാണിക്കുമ്പോൾ അവൻ സ്വബോധത്തിലല്ലാത്ത പോലെ ആ ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. പെട്ടെന്ന് അവന് നോർമലായിട്ട് വായിൽ നിന്ന് അറപ്പ് തോന്നുന്ന രീതിയിലുള്ള എന്തൊക്കെയോ പുറത്തേക്ക് എടുക്കുകയാണ്. പേടിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നൂറിൻ്റെ മുത്തശ്ശി ഗോസിനെ പോലെ കത്തിയൊക്കെ പിടിച്ചിട്ട് അവരുടെ സ്വന്തം വയറ് തന്നെ കീറിയിട്ട് അതിൽ നിന്ന് എന്തൊക്കെയോ എടുത്ത് പുറത്തേക്ക് ഇടുന്നതായിട്ട് കാണുന്നുണ്ട്. ഹീറോ ഇത് കണ്ട് പേടിച്ചിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് നോക്കുമ്പോൾ നൂറ് ഗോസ്റ്റിനെ പോലെ ഒരു കുഞ്ഞിനെ തിന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുകയാണ്. ഇത് കണ്ട് പേടിച്ചിട്ട് അവൻ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പേടിച്ചിട്ട് അവന് പനി തന്നെ വരികയാണ്. അടുത്തതായിട്ട് നൂറ് അവനെ കാണാൻ വരികയാണ്. ഹീറോ തൻ്റെ ശക്തികളെക്കുറിച്ചും കാണുന്ന കാര്യങ്ങളെല്ലാം അവളോട് പറയാണ്. ഞാൻ മരിക്കാൻ പോകുന്നവരെ അവർ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഗോസ്റ്റായിട്ട് കാണുകയാണെന്ന് ഹീറോ പറയാണ്. എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നീ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ, നീ എന്നെ രക്ഷിക്കില്ലേ എന്ന് നൂറ് ചോദിക്കുമ്പോൾ അവനൊന്നും മറുപടി പറയാതെ തന്നെ ഇരിക്കുകയാണ്. അടുത്ത സീനിൽ ഹീറോയുടെ അച്ഛൻ പോലീസിനോടെല്ലാം പെർമിഷൻ ചോദിച്ചിട്ട് ഗ്രീൻ ഹൗസിലേക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കാനായിട്ട് വരികയാണ്. ഹീറോയുടെ അച്ഛൻ കാണാതെ ബോബിയും അതിനുള്ളിലേക്ക് കടക്കുകയാണ്. അവൻ ആ മന്ത്ര റൂമിലേക്ക് ചെല്ലുമ്പോൾ ചുമരിനുള്ളിലൂടെ ആ സാത്താൻ വന്നിട്ട് ബോബിയെ വലിച്ച് വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോയിട്ട് അവനെ കൊന്നിട്ട് അവൻ്റെ ബോഡി മാത്രം റൂമിലേക്ക് തിരിച്ചിടുകയാണ്. ഈ കാര്യമൊന്നും അറിയാതെ ഹീറോയുടെ അച്ഛനും ജോലി കഴിഞ്ഞ് പുറത്തേക്ക് പോവാണ്. അടുത്ത സീനിൽ ബോബി മരിച്ചുപോയതിൻ്റെ തെളിവെടുപ്പ് നടക്കുകയാണ്. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെടി നീക്കി വെക്കുകയാണ്. ആ ചെടിയുടെ പേരാണ് സുമന്ത്ര. സുമന്ത്ര ചെടി നീക്കി വെക്കുമ്പോൾ ആ ചെടിച്ചട്ടി ഉടഞ്ഞിട്ട് അതിൽ നിന്നും ഒരു മനുഷ്യൻ്റെ താടിയെല്ല് കിട്ടുകയാണ്. ഈ സമയത്ത് തന്നെ ഹീറോയുടെ അച്ഛനും കറക്റ്റായിട്ട് അങ്ങോട്ട് വരികയാണ്. അയാളെ പോലീസ് അവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. ഹീറോയുടെ അച്ഛൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലായ കാരണം ഹീറോയും അവൻ്റെ അനിയത്തിയും ഇപ്പോൾ നൂറിൻ്റെ വീട്ടിലാണ് ഉള്ളത്. ഈ സമയത്ത് നൂറ് വീട്ടിൽ ഒരു പെണ്ണിൻ്റെ ഗോസ്റ്റിനെ കാണുകയാണ്. അതിനെ കണ്ടിട്ട് ഇതാണ് എൻ്റെ ചേച്ചി എന്ന് പറയാണ്. ചേച്ചിക്ക് പുറകിലായിട്ട് ആ സാത്താൻ വരികയാണ്. ചേച്ചിയെ സാത്താൻ ചേർത്ത് പിടിച്ചിട്ട് അതിനുള്ളിലേക്ക് ആക്കുകയാണ്. എന്നിട്ട് ആ സാത്താൻ നൂറിനെ കൊല്ലാനായിട്ട് വരികയാണ്. ഹീറോ അവളെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അതിനുള്ള പവർ ഇപ്പോൾ ഇല്ലാത്ത കാരണം അവനെ കൊണ്ട് ഒന്നും തന്നെ ചെയ്യാനും കഴിയണില്ല. ആ സാത്താൻ നൂറിനെ അവിടുന്ന് എടുത്തുകൊണ്ട് പോയിട്ട് അവളുടെ വായിലേക്ക് എന്തോ ഒന്നിനെ കടത്തിവിടുന്നതായിട്ടും കാണിക്കുകയാണ്. നൂറിൻ്റെ ബോധം നഷ്ടപ്പെട്ടെങ്കിലും അവളുടെ ജീവന് ഒരു തരത്തിലുള്ള ആപത്തും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല.
ഹീറോ ഗ്രീൻ ഹൗസിലേക്ക് പോകുമ്പോൾ ആ സുമന്ത്ര ചെടിയിൽ നിന്ന് ബ്ലഡ് വരുന്നതായിട്ട് കണ്ടിട്ട് അതിൻ്റെ ഫോട്ടോ എടുക്കുകയാണ്. ഫോട്ടോയിൽ പക്ഷേ ആ ബ്ലഡ് വരുന്നതായിട്ട് കാണുന്നില്ല. പിന്നീട് അവൻ നേരെ മന്ത്ര റൂമിലേക്ക് ചെന്നിട്ട് ദേഷ്യത്തിൽ നിനക്ക് എന്താ വേണ്ടതെന്ന് വല്ലാതെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സീനിലെ ഹീറോ അവൻ്റെ മാസ്റ്ററിനെ കാണാൻ വന്നിട്ട് അവൻ്റെ ശക്തികളെക്കുറിച്ച് ചോദിക്കുമ്പോൾ നിൻ്റെ ശക്തികൾ മുഴുവനായിട്ട് എനിക്ക് തിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റുള്ളവരെ സുഖപ്പെടുത്തുന്ന ശക്തി മാത്രമേ ഞാൻ നിന്നിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. അവരെ രക്ഷിക്കേണ്ടത് നിൻ്റെ കടമയാണെന്ന് മാസ്റ്ററും പറയാണ്. അടുത്തതായിട്ട് പോലീസ് സ്റ്റേഷനിലെ ഹീറോയുടെ അച്ഛനെ കാണിക്കുകയാണ്. പോലീസ് നൂറിൻ്റെ അങ്കിളിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇയാളുടെ ഫോൺ ഗ്രീൻ ഹൗസിൽ നിന്ന് കിട്ടിയെന്നും മരിച്ചുപോയ ബോബിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞിട്ട് ആ മന്ത്രക്കടലാസും കാണിക്കുകയാണ്. അത് കണ്ടപ്പോൾ തന്നെ അയാൾക്ക് കാര്യം മനസ്സിലാവുകയാണ്. ഈ മന്ത്ര പേപ്പർ എടുത്തതാണ് ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണം. ഞാൻ പോയി എൻ്റെ മക്കളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അയാളും അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. വീട്ടിൽ ഹീറോയെയും അനിയത്തിയെയും കാണിക്കുകയാണ്. വീടിന് മുകളിൽ നിന്ന് ആരെയും ഉപദ്രവിക്കുന്ന പോലുള്ള സൗണ്ടുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ അച്ഛനും അവിടെ വരുന്നുണ്ട്. എന്താ ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ നൂറിൻ്റെ ശരീരത്തിൽ ഒരു ഗോസ്റ്റ് ഉണ്ടെന്ന് ഹീറോ പറയാണ്. നൂറിൻ്റെ വീട്ടിൽ കാണിക്കുമ്പോൾ അവളുടെ ശരീരത്തിലെ ഗോസ്റ്റ് കയറിയിട്ട് അവളുടെ അമ്മയെ തന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോയുടെ അച്ഛൻ ഗോസ്റ്റിനെ അടക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഗോസ്റ്റ് നൂറിൻ്റെ അച്ഛൻ ജമാലിനെ കാണണമെന്നാണ് പറയണത്. ഹീറോയുടെ അച്ഛനെയും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്. അയാളും മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് അതിനെ അടക്കുകയാണ്. അതേസമയം പോലീസ് വന്നിട്ട് നൂറിൻ്റെ അമ്മയോട് നൂറിൻ്റെ അങ്കിളിനെ പറ്റി അന്വേഷിക്കുകയാണ്. അമ്മയും അവനെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല എന്ന് തന്നെ മറുപടി പറയാണ്. അവിടെ ഉണ്ടായിരുന്ന ഫോട്ടോ കണ്ടിട്ട് അവരുടെ കാണാതായ മകളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവൾ 8 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായി എന്നും പോലീസിലെ കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. ഇതുവരെയും ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്നും അവർ പറയാണ്. പോലീസ് എന്തോ അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവിടുന്ന് പോവാണ്. മറ്റൊരിടത്ത് പോലീസിനെ കാണിക്കുകയാണ്. അവർ നൂറിൻ്റെ അങ്കിളിൻ്റെ ബോഡി കണ്ടെത്തുകയാണ്. പിന്നെ ഹീറോയെയും അവൻ്റെ അച്ഛനെയാണ് കാണിക്കണത്. എൻ്റെ പവറുകൾ എനിക്ക് തിരിച്ചു വേണമെന്ന് ഹീറോ പറയുമ്പോൾ നീ ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്, സമയമായിട്ടില്ല എന്ന് അയാളും പറയാണ്. ഈ ടൈമിൽ തന്നെ നൂറിൻ്റെ അമ്മ അകത്തേക്ക് വന്നിട്ട് എൻ്റെ ഒരു മകളെ നഷ്ടപ്പെട്ടു, ഇവളെയും നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ എൻ്റെ പേര് ഫർഹാൻ എന്നാണെന്ന് ഗോസ്റ്റ് പറയാണ്. നൂറിൻ്റെ കാണാതായ ചേച്ചിയുടെ പേരാണ് ഫർഹാൻ. എനിക്ക് എൻ്റെ അച്ഛൻ ജമാലിനെ കാണണമെന്ന് ഗോസ്റ്റ് പറയാണ്. ഗോസ്റ്റ് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ അച്ഛൻ അതിനെ അടക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ തന്നെ ആ ഗോസ്റ്റ് ഹീറോയെ ആക്രമിക്കുകയാണ്. അച്ഛനും നൂറിൻ്റെ അമ്മയും ചേർന്ന് അവനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ പ്രേയറൊക്കെ ചൊല്ലിയിട്ട് നൂറിനെ ശാന്തമാക്കുകയാണ്. ഈ സാത്താൻ്റെ പേര് ഹണ്ടു റായ എന്നാണ്. ഈ സാത്താന് ഒരു മാസ്റ്റർ ഉണ്ടാകും. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇതിന് മാസ്റ്റർ ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നൂറിൻ്റെ അമ്മയും ഒന്നും അറിയാതെ പരിഭ്രമിച്ചു നിൽക്കുകയാണ്. ഹീറോയും അച്ഛനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നൂറിൻ്റെ അച്ഛനെ തിരിച്ചു കൊണ്ടുവന്നാൽ എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാമെന്നും ജമാലിൻ്റെ ഗ്രീൻ ഹൗസിലുള്ള സുമന്ത്ര പൂ വിരിയാറായി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് ജമാലിനെ അയക്കുകയാണ്. നൂറിൻ്റെ ശരീരത്തിലെ ആ സാത്താൻ പിന്നെയും തിരിച്ചു വരികയാണ്. അവൾ റൂമിന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. അവരും അതിന് പിന്നാലെ വന്ന് നോക്കുമ്പോൾ ഹീറോയുടെ അനിയത്തി ഒരു മൂലയിലായിട്ട് പേടിച്ചിരിക്കുകയാണ്. അവൾ പേടിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് കൈ ചൂണ്ടി കാണിക്കുകയാണ്. ഹീറോ അവിടേക്ക് നോക്കുമ്പോൾ നൂറ് കത്തിയുമായി അവന് നേരെ കുത്താനായിട്ട് വരികയാണ്. അവൻ്റെ അച്ഛൻ ഇടയിൽ കയറുന്നുണ്ട്. അയാളുടെ തോളിൽ ഒരു കുത്തേൽക്കുകയാണ്. ഇനിയും എന്തിനാണ് വെച്ച് താമസിപ്പിക്കണത്, എൻ്റെ ശക്തികൾ എനിക്ക് തിരിച്ചു തരാനായിട്ട് ഹീറോ പറയുമ്പോൾ അച്ഛനും വേറെ വഴിയില്ലാതെ അവൻ്റെ ശക്തികൾ തിരിച്ചു നൽകുകയാണ്. ഹീറോ അവൻ്റെ പവർ ഉപയോഗിച്ചിട്ട് നൂറിനുള്ളിലുള്ള ആ സാത്താനെ അവൻ്റെ ശരീരത്തിലേക്ക് കയറ്റുകയാണ്. ഇപ്പോൾ ഹീറോ ഒരു ഗോസ്റ്റായി മാറിയിട്ട് ആ ഗ്രീൻ ഹൗസിനുള്ളിലേക്ക് പോവാണ്. അടുത്ത സീനിൽ കാണിക്കണത് വിദേശത്തേക്ക് പോയ ജമാല് ഹീറോയുടെ അച്ഛൻ അയച്ച ഫോട്ടോ കണ്ട് സന്തോഷത്തോടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. ഹീറോയെ കാണിക്കുമ്പോൾ അവൻ ഗ്രീൻ ഹൗസിലുള്ള ഒരു ചെടിച്ചട്ടി മാന്തി അതിൽ നിന്നും ഒരു തലയോട്ടി എടുക്കുകയാണ്. ഹീറോയുടെ അച്ഛനും അവനെ അന്വേഷിച്ചിട്ട് അങ്ങോട്ട് വരികയാണ്. ഹീറോ മന്ത്രപേപ്പർ ഒട്ടിച്ച റൂമിൽ പോയിട്ട് ആണി അടിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലം പൊളിച്ചിട്ട് അതിനുള്ളിൽ നിന്ന് എന്തോന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. അവൻ്റെ അച്ഛൻ ആ സാത്താനെ ഒഴിപ്പിക്കാനായിട്ട് കുറേയധികം ശ്രമിക്കുകയാണ്. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം അയാൾ ആ സാത്താനെ ഹീറോയുടെ ശരീരത്തിൽ നിന്നും ഒഴിപ്പിക്കുകയാണ്. നൂറിനും അവളുടെ അമ്മയും അങ്ങോട്ട് വരുന്നുണ്ട്. ഹീറോ എടുത്തിട്ട് ആ പൊതി അവർ തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ പൂർണ്ണ വളർച്ചയെത്താത്ത ഒരു കുഞ്ഞിൻ്റെ അസ്ഥികൂടം കാണുകയാണ്. ജമാല് ഗ്രീൻ ഹൗസിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചെടിച്ചട്ടിയിലെ തലയോട്ടി കണ്ടിട്ട് പേടിച്ചിട്ട് അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്ന ടൈമിൽ ഗോസ്റ്റ് അവനെ ആ മന്ത്രപേപ്പർ ഒട്ടിച്ച റൂമിലേക്ക് വലിച്ചുകൊണ്ട് പോവാണ്. അവിടെയാണ് ഹീറോയും അച്ഛനും ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നത്. ഈ സമയത്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ജമാലിനെയും അവൻ്റെ അമ്മയെയും കാണിക്കുകയാണ്. അവർ നൂറിൻ്റെ ചേച്ചിയെ അവിടെ കിടത്തിയിട്ട് അവളുടെ വയറ്റിൽ നിന്ന് കുഞ്ഞിനെ പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ജമാൽ സ്വന്തം മകളെ തന്നെ നശിപ്പിച്ചിട്ട് ആ വിവരം പുറത്തറിയാതിരിക്കാനായിട്ട് അവൾ മരിച്ചു പോകുമെന്ന് പോലും നോക്കാതെ ആ കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ അമ്മയും അവന് സപ്പോർട്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നൂറിൻ്റെ ചേച്ചി എന്നെ രക്ഷിക്കുകയെന്ന് പറയുമ്പോൾ അവൾ മരിച്ചിട്ടില്ല, നമുക്കിവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് അവൻ്റെ അമ്മയും പറയുന്നുണ്ട്.
ഈ സമയത്ത് തന്നെ ഒരു സാത്താൻ ചേച്ചിയുടെ ശരീരത്തിലേക്ക് കയറിയിട്ട് ഇവളെ മരിച്ചിട്ടില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോ, ഇവളെ മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ്. നീ ആരാണെന്ന് ജമാൽ ചോദിക്കുമ്പോൾ നീ കൊണ്ടുവന്ന സുമന്ത്ര ചെടിയിലൂടെയാണ് ഞാൻ ഇവിടെ എത്തിയത്. എനിക്ക് മാസ്റ്റർ ഇല്ലായിരുന്നു. പക്ഷേ നിന്റെ മകൾ എന്നു മുതലാണോ ആ ചെടിക്ക് വെള്ളമൊഴിക്കാൻ തുടങ്ങിയത് അന്നു മുതൽ അവളെ എൻ്റെ മാസ്റ്ററായിട്ട് ഞാൻ സ്വീകരിച്ചു എന്ന് പറയാണ്. ഇത് കേട്ടതും ഇവളെ ഞാൻ ജീവനോടെ വെക്കില്ല എന്ന് പറഞ്ഞിട്ട് നൂറിൻ്റെ ചേച്ചിയെ അവിടെ വെച്ച് തന്നെ വെട്ടിക്കൊന്നു കളയാണ്. അവളുടെ വയറ്റിലുണ്ടായിരുന്ന ആ കുഞ്ഞിൻ്റെ ശരീരം ചുമരിന് പിന്നിലായിട്ട് മറച്ചു വെച്ച് അവിടെ ആണിയടിച്ച് വെക്കുകയാണ് ചെയ്തത്. പിന്നെ നൂറിൻ്റെ അങ്കിളിനെയും കൂട്ടുപിടിച്ചിട്ട് ചേച്ചിയുടെ ശരീരം കഷ്ണങ്ങളാക്കിയിട്ട് ചെടിച്ചട്ടികളിൽ കുഴിച്ചിടുകയാണ് ചെയ്തിരുന്നത്. ഇതെല്ലാം പറഞ്ഞ നൂറിൻ്റെ അമ്മ സ്വന്തം മകളോട് തന്നെ നീ ഇങ്ങനെയെല്ലാം ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് അയാളെ അടിക്കുകയാണ്. അയാളും ഒരു കുറ്റബോധവും ഇല്ലാത്ത പോലെ തന്നെ ഇരിക്കുകയാണ്. ഈ ടൈമിൽ തന്നെ ആ സാത്താൻ തൻ്റെ മാസ്റ്ററെ കൊന്ന ആളെ അവിടെ നിന്ന് എടുത്തിട്ട് അതിൻ്റെ ലോകത്തേക്ക് കൊണ്ടുപോവാണ്. അവിടെ ചെല്ലുമ്പോൾ ചേച്ചിയുടെ രൂപം ജമാൽ കാണുകയാണ്. അത് പെട്ടെന്ന് തന്നെ ആ സാത്താനായി മാറി അയാളെ അവിടെ വെച്ച് തന്നെ കൊടൂരമായി കൊന്നുകളയാണ്. അയാളെ കൊന്നതിന് ശേഷം ആ സാത്താൻ പിന്നെയും ആ റൂമിലേക്ക് തിരിച്ചു വരാൻ ഒരുങ്ങുമ്പോൾ ഹീറോ അതിൻ്റെ മുന്നിലായി പോയി നിന്ന് സാത്താൻ അതിൻ്റെ ലോകത്തു നിന്ന് ഈ ലോകത്തേക്ക് വരുന്ന വഴി മന്ത്രം ചൊല്ലി അടക്കിയാണ്. ആ സാത്താൻ്റെ ശരീരം കത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ വഴിയും ക്ലോസ് ആവുകയാണ്. അടുത്ത സീനിൽ ഹീറോയും അച്ഛനും അനിയത്തിയും കൂടിയിട്ട് അമ്മയുടെ കല്ലറയിലേക്ക് വരികയാണ്. എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി, നമ്മൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ലത് ചെയ്യാനാണെന്ന് ഹീറോ പറയാണ്. അവരവിടുന്ന് തിരിഞ്ഞു നടക്കുമ്പോൾ കുറേയധികം ആത്മാക്കളെ ഹീറോയുടെ അനിയത്തിക്ക് കാണാൻ കഴിയാണ്. ഹീറോയുടെ അനിയത്തിക്കും ഇപ്പോൾ അമ്മയ്ക്കും ഹീറോയ്ക്കും ഇരിക്കുന്ന അതേ കഴിവുകൾ ലഭിച്ചു എന്ന് കാണിക്കുകയാണ്. ഇവരൊക്കെ ആരാണെന്ന് അനിയത്തി ചോദിക്കുമ്പോൾ അതെല്ലാം നിനക്ക് വഴിയെ മനസ്സിലാവുമെന്ന് ഹീറോയും പറയാണ്. അങ്ങനെ അവർ അവിടുന്ന് പോണ സീനും കാണിച്ചുകൊണ്ടാണ് ഈ മൂവിയുടെ അവസാനിക്കുന്നത്. എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായി എന്നാണ് വിചാരിക്കണത്. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അടുത്ത നല്ലൊരു മൂവിയായിട്ട് പിന്നീട് കാണാം.